പ്രിയമുള്ളവരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കൊടിയുടെ ആവശ്യമുണ്ട്, അതിന്റെ ആവശ്യമുണ്ടോ സേവനം നടത്തുമ്പോൾ? എന്റെ പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ, ക്ഷമിക്കണം. കൊടി ഇല്ലാതെ തന്നെ പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ ചെയ്യുന്നത്. ആർക്കും ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ഒന്ന് പ്രളയ സമയത്ത് വിവിധ സന്നദ്ധ സംഘടനകൾ ഇത്തരത്തിൽ ഭക്ഷണ വിതരണമൊക്കെ ഏറ്റെടുത്തപ്പോൾ ഇതാണ് കഥ. പക്ഷേ ഫ്ലാഷ് ബാക്കിലാണ് യഥാർത്ഥ സംഭവം നടക്കുന്നത്. കമ്മ്യൂണിറ്റി കിച്ചൺ വഴി മാത്രം അത് സെൻട്രലൈസ് ചെയ്ത് വിതരണം ചെയ്താൽ മതി എന്ന് അന്നത്തെ സർക്കാർ നിലപാടെടുക്കാൻ കാരണം എന്തായിരുന്നു? അതിനുശേഷം ചൂരൽമലയിലെ വൈറ്റ് ഗാർഡിന്റെ 4 ദിവസം പ്രവർത്തിച്ച ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഭക്ഷണ വിതരണ പരിപാടി നിർത്തിവെക്കാൻ അന്നത്തെ ADGP MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ സർക്കാർ തീരുമാനമെടുത്തത് എന്തുകൊണ്ടായിരുന്നു? കോവിഡിന്റെ സമയത്തും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സർക്കാർ തീരുമാനം എടുക്കാൻ കാരണം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ പെൻഷൻ വാങ്ങി വെട്ടി വിഴുങ്ങിയിട്ട് വോട്ട് ചെയ്തില്ല. അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. റേഷൻ കിട്ടിയിട്ട് വെട്ടി വിഴുങ്ങിയിട്ട് വോട്ട് ചെയ്തില്ല. പൊതിച്ചോറ് തിന്നിട്ട് വോട്ട് ചെയ്തില്ല. ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അല്ലെങ്കിൽ അന്നം കൊടുത്ത കൈക്ക് തിരിഞ്ഞു കുത്തി എന്നുള്ള രാഷ്ട്രീയ പ്രസ്താവന നടത്തുന്ന ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും അവരുടെ പ്രവർത്തകരും സൈബർ പ്രവർത്തകരുമായിട്ടുള്ള ആളുകൾ അത്തരം പ്രസ്താവനകൾ നടത്തും. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെട്ടല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടോ നാണം കെടാൻ? നാണം കെട്ടവനെ. അപ്പോൾ ഈ ഭക്ഷണം കഴിച്ച മനുഷ്യരുടെ ആത്മാഭിമാനത്തെ വില വയ്ക്കുന്നുണ്ട്. ആദ്യം സ്വയം നന്നാവും, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ നോക്ക്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.